റെയ്ഡ്കോ മാനേജ്മെന്റിനെതിരെ സംരക്ഷണ സമിതി CITUവും INTUCയും ഒന്നിച്ചാണ് ഭരണസമിതിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുന്നത്. കറി പൗഡർ യൂണിറ്റാണ് റെയ്ഡ്കോയെ തകർത്തതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥത മൂലം റെയ്ഡ്കോ എന്ന സ്ഥാപനം പൂർണ്ണമായും തകർച്ചയിലേക്ക് പോവുകയാണെന്ന് സംരക്ഷണ സമിതി നേതാക്കൾ പറഞ്ഞു. ഇതിനെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. വെള്ളിയാഴ്ച മുതൽ 36 മണിക്കൂർ കണ്ണൂർ ഹെഡ് ഓഫീസിനു മുന്നിൽ രാപ്പകൽ സമരം നടത്തുമെന്നും CITU INTUC നേതാക്കൾ അടങ്ങിയ സമരസമിതി വ്യക്തമാക്കി. 6-ാം തീയതി മുതൽ റെയ്ഡ്കോയുടെ ഹെഡ് ഓഫീസിന് മുമ്പിൽ, റെയ്ഡ്കോ ടവറിന് മുമ്പിൽ 2 യൂണിയനുകളുടെയും സംയുക്ത യൂണിയനായ റെയ്ഡ്കോ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ 36 മണിക്കൂർ രാപ്പകൽ സമരം നടക്കുകയാണ്. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോ നഷ്ടം നികത്തുന്നതിനോ ശ്രമിച്ചിട്ടില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. നഷ്ടമില്ലാത്ത ബ്രാഞ്ചുകൾ അടക്കം അടച്ചുപൂട്ടി സഹകരണ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിരുദ്ധമായി ഹെഡ് ഓഫീസും അടച്ചുപൂട്ടാൻ തീരുമാനിച്ച ഘട്ടത്തിലാണ് സമരരംഗത്തേക്കിറങ്ങുന്നതെന്നും യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു. വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി 2000-ൽ സ്ഥാപിച്ച റെയ്ഡ്കോ കറി പൗഡർ ഫാക്ടറിയാണ് സ്ഥാപനത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായത്. ഇതിന്റെ തകർച്ചയുടെ ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് ഡൈവേഴ്സിഫിക്കേഷന്റെ ഭാഗമായി നമ്മൾ ആരംഭിച്ച കറി പൗഡർ ഫാക്ടറിയാണ്. ആ കറി പൗഡർ ഫാക്ടറി ആരംഭിക്കുമ്പോൾ ട്രേഡിംഗ് മേഖലയിൽ നിന്ന് ആ വിഭാഗത്തിലേക്ക് മാറ്റപ്പെട്ട 20 കോടി രൂപ, അതുപോലെ തന്നെ അതിനുശേഷം റിനുവേഷൻ വർക്കുമായി ബന്ധപ്പെട്ട് ആ കറി പൗഡർ മേഖലയിലേക്ക് ട്രേഡിംഗ് മേഖലയിൽ നിന്ന് വീണ്ടും കോടികൾ പോയപ്പോൾ 38 കോടിയോളം രൂപ ട്രേഡിംഗ് മേഖലയിൽ നിന്നും മാത്രമായി ഈ കറി പൗഡർ ഫാക്ടറി നന്നാക്കിയെടുക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുകയുണ്ടായി. കോടികൾ വിലമതിക്കുന്ന യന്ത്രസാമഗ്രികൾ സ്ക്രാപ്പ് വിലക്ക് വിറ്റ് കോടികൾ ചെലവാക്കിയാണ് പുതിയ യന്ത്രസാമഗ്രികൾ വാങ്ങിയത്. ട്രേഡിംഗ് മേഖലയെ ഇല്ലാതാക്കാനാണ് മാനേജ്മെന്റ് ശ്രമിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. റെയ്ഡ്കോ സംരക്ഷണ സമിതി ചെയർമാൻ M. സുരേഷ് കുമാർ, KCEC INTUC സംസ്ഥാന കമ്മിറ്റി അംഗം CV ഭാവനൻ, KCEC ജില്ലാ പ്രസിഡന്റ് EK മധു, KCEU CITU സംസ്ഥാന കമ്മിറ്റി അംഗം K. ജിതേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.